കണ്ടാൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ പോലെ ഇരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ റോബോട്ട് സ്കൂളിൽ പഠിക്കാനായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെല്ലുന്നു. തുടർന്ന് അവിടെ നടക്കുന്ന ഫ്രണ്ട്ഷിപ്പും പ്രണയവും രസകരമായ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ കഥയാണ് 2017 റിലീസായ അയാം എന്ന കൊറിയൻ സയൻസ് ഫിക്ഷൻ യൂത്ത് കോമഡി ചിത്രം. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തുടങ്ങുന്നത് യെൻവു എന്ന ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ഉറക്കത്തിൽ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്നത് കാണിച്ചുകൊണ്ടാണ്. വല്ലാത്ത പരവേശമെടുത്ത അവൻ വെള്ളം തപ്പുമ്പോഴേക്കും ഒരു കൈ അവൻ ആ വെള്ളം എടുത്തു കൊടുക്കുന്നു. അവൻ അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വെള്ളം കുടിക്കുന്നു. ആ പരവേശമൊന്ന് കെട്ടടങ്ങിയ ശേഷമാണ് അവൻ ആ കാര്യം കാണുന്നത്. അവന്റെ മുറിയിൽ അവനെ കൂടാതെ അവന് അജ്ഞാതയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഇവൻ പെട്ടെന്ന് വല്ലാതെ ഭയപ്പെടുന്നു, നിലവിളിക്കുന്നു. ഈ ശബ്ദം കേട്ട് യെൻവുവിന്റെ സഹോദരി ഓടിയെത്തുന്നു. അനിയന്റെ നിലവിളി കേട്ട് കള്ളന്മാര് വല്ലവും മുറിയിൽ കയറിയോ എന്ന് കരുതി അടിക്കാനായി ഒരു ബേസ്ബോൾ ബാറ്റും എടുത്തോണ്ടാണ് മിൻജിയുടെ വരവ്. പക്ഷെ ആ മുറിയിൽ അവൾ ഒരു പെൺകുട്ടിയെ കാണുന്നു. കണ്ടാൽ പാവം പോലെയാണ് ആ പെൺകുട്ടി ഉള്ളതെങ്കിലും അവളെ കണ്ടപാടെ മിൻജി ഭയപ്പെട്ട് അയ്യോ പ്രേതമെന്ന് പറഞ്ഞ് യെൻവുവിന്റെ കൂടെ ബെഡിൽ കയറിയിരിക്കുകയാണ്. രണ്ടുപേരും ഭയന്ന് വിറച്ചിരിക്കുന്ന ഈ സമയം ഇവരുടെ അച്ഛൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ മുറിയിലേക്ക് കയറി വന്ന് ഈ പെൺകുട്ടി എന്റെയാണ്, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് മക്കളെ ഹാളിൽ കൊണ്ട് ചെന്നിരുത്തി സംസാരിക്കാനായി തുടങ്ങുമ്പോഴേക്കും ഈ പെൺകുട്ടിയാണെങ്കിൽ ആ റൂം മുഴുവൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. ഈ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കൊണ്ടിരുത്തിയിട്ടും ഒരു വാക്കും മിണ്ടാതിരിക്കുന്ന അച്ഛനോട് മിൻജി ആരാ ഇവളെന്ന് ചോദിക്കുന്നു. ഈ സമയം യുൻവു അച്ഛ ഈ ബന്ധമൊന്നും ശരിയല്ല കേട്ടോ എന്ന് അച്ഛനെ ഉപദേശിക്കുകയാണ്. ഇവരുടെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ചാ. ഡോക്ടർ ചാ എപ്പോഴും അദ്ദേഹത്തിന്റെ ജോലിയിലായിരുന്നു കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കുട്ടികളുടെ കാര്യമൊന്നും അങ്ങനെ നോക്കാറേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ പെൺകുട്ടി അച്ഛന്റെ ലൈനാണോ എന്ന് യുൻവു തെറ്റിദ്ധരിക്കുന്നു. ഈ സമയം ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു ആൻഡ്രോയിഡ് റോബോട്ടിനെ സൃഷ്ടിച്ചു എന്ന് അച്ഛൻ പറയുന്നു. ഇവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ റൂമിൽ തെക്ക് വടക്ക് ഇങ്ങനെ നടക്കല്ലേ. പെട്ടെന്ന് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ഒറ്റ കൈ കൊണ്ട് ഉയർത്തി ആ ടേബിളിന്റെ അടിയിൽ വീണ് കിടന്ന ബോൾ കയ്യിലെടുക്കുന്നു. ഈ കാഴ്ച കണ്ട് യുൻവുവും മിൻജിയും ഷോക്കായി നിൽക്കുന്നു. ആരപ്പ ഇവളെന്ന മട്ടിൽ അവർ അന്തിച്ചിരിക്കുമ്പോൾ ഡോക്ടർ ഷാ വളരെ അഭിമാനത്തോടെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് പറയാണ്, ഇതാണ് കഴിഞ്ഞ കുറെ നാളുകളായുള്ള എന്റെ പരിശ്രമത്തിന്റെ ഫലം. ഞാൻ ഉണ്ടാക്കിയ എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആൻഡ്രോയിഡ് റോബോട്ട്. ഇവൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് AD നമ്പർ 1 എന്നാണ്. ഈ സമയം തന്റെ ഇൻട്രോ കേൾക്കുന്ന റോബോട്ട് പീസ് സൈൻ ഒക്കെ മിൻജിയുടെയും യുൻവുവിന്റെയും നേരെ കാണിച്ച് അവരെ പരിചയപ്പെടുന്നു. വളരെ കോംപ്ലക്സ് ആയ ഒരു സിസ്റ്റമാണ് ഈ റോബോട്ടിന് താൻ നൽകിയിരിക്കുന്നത്. അത് ഡെവലപ്മെന്റ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് നിൽക്കാണ്. പക്ഷേ ഇത് നമ്മുടെ എൻവയോൺമെന്റുമായി അഡാപ്റ്റ് ആകുന്നുണ്ടോ എന്നും കൂടി അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചു നാള് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു കൂട്ടുകാരിയായോ ഒരു സഹോദരിയായോ ഈ റോബോട്ടിനെ നിർത്തിക്കൂടെ എന്ന് അച്ഛൻ ചോദിക്കാണ്. ഇത് എത്രത്തോളം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് അറിയാനായി. ഇത് കേൾക്കുമ്പോൾ യെൻവു എടുത്തടിച്ച് പറ്റില്ല എന്ന് പറയാണ്. എനിക്കെതിരെ ഒന്നും നോക്കാൻ പറ്റത്തില്ല എന്ന് അവൻ പറയുമ്പോൾ മിൻജി അച്ഛന് വളരെ പോസിറ്റീവായ രീതിയിലുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നത്. അച്ഛൻ ടെൻഷൻ ആവണ്ട, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മിൻജി വേഗം തന്നെ നമ്മുടെ റോബോട്ടിന്റെ അടുത്തെത്തി സംസാരിക്കുന്നു. മിൻജിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മനുഷ്യൻ നൽകുന്നത് പോലെ തന്നെ മനോഹരമായി റോബോട്ട് മറുപടി പറയുന്നു. മിൻജി വളരെയധികം അമേസ്ഡ് ആവുന്നു. അവൾക്ക് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവൾ ഈ റോബോട്ടിന് ആനി എന്ന് പേര് നൽകി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ദിവസം മിൻജി ജോലി സ്ഥലത്തേക്ക് ആനിയും കൂട്ടി പോകുന്നു. മിൻജി ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. അവിടേക്ക് ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തിലാണ് ആനിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ആനിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടാണ് മിൻജി തീരുമാനിച്ചിരിക്കുന്നത്. ക്ലാസ്സിലെ കുട്ടികൾക്ക് ആനി എന്റെ കസിനാണ്, അവൾ അമേരിക്കയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി എത്തിയതാണ്, ഇനി നിങ്ങളുടെ കൂടെ ആയിരിക്കും പഠിക്കുക എന്നെല്ലാം പറയുന്നു. കുട്ടികളാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഫോറിനർ പഠിക്കാൻ വന്നതിൽ വളരെ എക്സൈറ്റഡ് ആയും ഇരിക്കുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ആനിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാനായുള്ള ടൈം മിൻജിക്കില്ല. കാരണം അവൾക്ക് അന്നൊരു ജോലി സംബന്ധമായ യാത്രയുണ്ടായിരുന്നു. അതുകൊണ്ട് എൻവുവിനോട് ഒന്ന് ആനിയെ വീട്ടിൽ കൊണ്ടാക്കാമോ എന്ന് മിൻജി ചോദിക്കുന്നു. എൻവുനാണെങ്കിൽ ഈ റോബോട്ടിനോട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും മിൻജി വളരെയധികം റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എൻവു സമ്മതിക്കുന്നു. പിന്നീട് ആനിയോട് മിൻജി യാത്ര പറയാണ്. ഒരു ദിവസം കൊണ്ട് രണ്ടുപേരും വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, വരുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരാന്നൊക്കെ അനിയത്തിയോട് സംസാരിക്കുന്നത് പോലെ ആനിയോട് മിൻജി പറയുന്നു. അങ്ങനെ മിൻജി പോയി കഴിയുമ്പോൾ ആനി തന്നെ വീട്ടിലേക്ക് എൻവുവിന് കൊണ്ടാക്കാനായി താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻവുവിനോട് ഞാൻ പൊക്കോളാം, നിങ്ങൾ ക്ലാസ്സിലേക്ക് പൊക്കോ, ഞാൻ സേഫ് ആയിട്ട് തന്നെ വീട്ടിലെത്താമെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് തനിയെ പോകുന്നു. അവൾ അങ്ങനെ സേഫ് ആയി വീട്ടിലെത്തുന്നുമുണ്ട്. പിന്നീട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന എൻവുവിന്
ഉറക്കം നന്നായി വരുന്നേയില്ല. എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ അവനെ വേട്ടയാടുന്നു. മുഴുവൻ അച്ഛൻ അപകടം സംഭവിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളാണ്. അച്ഛൻ വീട്ടിലില്ല, വെളിയിൽ പോയിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പേടിച്ച് അച്ഛനെ വിളിച്ച് കാര്യം തിരക്കുമ്പോൾ ഞാൻ സേഫ് ആയിട്ടാണ് മോനെ ഉള്ളത്, നീ പേടിക്കണ്ട, ഞാൻ നാളെ തന്നെ എത്തുമെന്നൊക്കെ അച്ഛൻ പറയുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ആരോ ഡോക്ടർ ചെന്നിനെ ആക്രമിക്കുന്നതും അദ്ദേഹം അടിയേറ്റ് താഴെ വീഴുന്ന സമയം അദ്ദേഹത്തിന്റെ ഫോൺ ആരോ എടുത്തോണ്ട് പോകുന്നതും കാണാം. അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ ആനിയുടെ ക്ലാസ്സിലെ ലീഡറായ ജിയുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ തേഹിയും കൂടി ക്ലാസ്സിലെ പുതിയ സ്റ്റുഡന്റ് ആയ ആനിയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നതാണ്. അവരുമായുള്ള ഇടപെടലിൽ ആനി വലിയതായി അവരോട് കഥയൊന്നും പറയാനൊന്നും പോകുന്നില്ല, സംസാരമൊക്കെ കുറവാണ്. എങ്കിലും ഈ പെൺകുട്ടികൾ ആനിയോട് വളരെയധികം സൗഹൃദം കാണിക്കുന്നു. ഈ പെൺകുട്ടികൾ സംസാരിക്കുന്ന രീതിയും ചിരിക്കുന്നതുമൊക്കെ ആനി അവരുടെ കൂടെ നടക്കുന്ന സമയം അനലൈസ് ചെയ്യുന്നു. ഇതേ സമയം എൻവു അവന്റെ ഗേൾഫ്രണ്ട് ആയ സ്യൂന്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് കെവിൻ എന്ന ഒരാൾ എത്തുന്നത്. ഈ കെവിൻ നമ്മുടെ സയന്റിസ്റ്റിന്റെ കൊളീഗാണ്, കൂടാതെ നമ്മുടെ മിൻജിയുടെ ബോയ് ഫ്രണ്ടും കൂടിയാണ്. ഡോക്ടർ ചെന്റെ വിവരമൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്നെല്ലാം കെവിൻ വളരെ ആവലാതിയോടെ എൻവുവിനോട് പറയുന്നു. എൻവുവും കെവിനും തമ്മിൽ വലിയ കൂട്ടാണ്, അളിയന്മാരാണല്ലോ. ഇതേ സമയം വീട്ടിലുള്ള ആനി കണ്ണാടിയുടെ മുന്നിലെത്തി ക്ലാസ്സിൽ അവളുടെ കൂട്ടുകാരികൾ ചിരിച്ച് സംസാരിച്ചതുപോലെയൊക്കെ ചിരിക്കാനായി ശ്രമിക്കുന്നത് മിൻജി കാണുന്നു. എന്തെടുക്കുകയാണെന്ന് മിൻജി തിരക്കുമ്പോൾ എന്താണ് ചിരി, എന്താണ് സന്തോഷം എന്നെല്ലാം ആനി ചോദിക്കുന്നു. ഇതിനെപ്പറ്റി ഒരു റോബോട്ടിന് മനസ്സിലാവുന്ന രീതിയിൽ പറയാനുള്ള ഉത്തരം തന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മിൻജി ഇതൊക്കെ നീ അനുഭവിക്കുമ്പോൾ അറിയുമെന്ന് പറയുന്നു. എന്ത് നല്ല ഉത്തരമല്ലേ. എന്തായാലും പിന്നീട് വീട്ടിലെത്തിയിട്ടും ഭക്ഷണം കഴിക്കാൻ വരാതെ മുറിയിൽ തന്നെ കുത്തിയിരിക്കുന്ന എൻവുവിന്റെ ചെവിക്ക് പിടിച്ച് മിൻജി അവനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി ഇരുത്തുന്നു. എൻവുവിനാണെങ്കിൽ ആനി അടുത്ത് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇവളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ചുമ്മാ കുത്തി ഇരുന്നോളുമെന്നെല്ലാം എൻവു പറയുന്നു. ആ സമയം മിൻജി അങ്ങനൊന്നും പറയാൻ പാടില്ല, അവൾ ഭക്ഷണം കഴിക്കില്ലെങ്കിൽ പോലും അവൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ, അപ്പോൾ അവൾ ഇവിടെയല്ലേ ഇരിക്കേണ്ടത്, അവളെ വേർതിരിച്ച് കാണരുത് എന്നെല്ലാം മിൻജി പറയുന്നത് കേൾക്കുന്ന ആനിക്ക് ഒരു പ്രത്യേകതരം ഫീൽ ഉണ്ടാകുന്നു. പക്ഷെ അത് മുന്നേ മിൻജി പറഞ്ഞ അതേ ഹാപ്പിനെസ് ആണോ എന്ന് ആനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് മിൻജിയും കെവിനും ഒരു കഫേയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആ സമയം ഡോക്ടർ ചെന്നിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന കാര്യം രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. മിൻജിക്ക് ഒരു ആശങ്ക ഉള്ളിലുണ്ടെങ്കിലും പണ്ട് തൊട്ടേ അച്ഛൻ വർക്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടിനെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒരു ശ്രദ്ധയില്ല എന്നറിയാവുന്ന മിൻജി എപ്പോഴത്തെയും പോലെ ഇതും എന്തെങ്കിലും ബിസി ആയതുകൊണ്ടായിരിക്കും അധികം വൈകാതെ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് കരുതി കാര്യമാക്കിയത് എടുക്കുന്നില്ല. അങ്ങനെ സംസാരിക്കുന്ന സമയം സയന്റിസ്റ്റ് ഈ അടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റോബോട്ടിനെ പറ്റി കെവിൻ പറയുമ്പോൾ അത് വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മിൻജി ആനിയെ കാണിക്കാനായി കെവിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ഇതേ സമയം ആനി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി നടക്കുമ്പോഴാണ് ഒരാള് അവളെ തന്നെ നോക്കുന്നത് അവളെ ശ്രദ്ധിക്കുന്നത്. അയാൾ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കാണ്. ആരാണെന്ന് ഇവൾക്കറിയില്ല. പക്ഷെ മുന്നത്തെ രാത്രി സയന്റിസ്റ്റിനെ ആക്രമിച്ച അതേ ആളാണ് ഇയാൾ. അയാൾ ആനിയുടെ നേരെ നടന്നു വരുന്നത് ദൂരെ നിന്ന് കാണുന്ന എൻവു ആനിയുടെ അടുത്തേക്ക് എത്തി അവളെ അവിടെ നിന്ന് മാറ്റുന്നു. ഈ സമയം അയാൾ അവിടെയെല്ലാം ആനിക്ക് വേണ്ടി തിരയുന്നുണ്ടെങ്കിലും കാണാതെ തിരികെ പോകുന്നു. അപ്പോൾ എൻവുവിനോട് ഇയാളെ പറ്റി സയന്റിസ്റ്റ് എന്തോന്ന് എനിക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇയാൾ അത്ര നല്ലവനല്ല എന്നതാണ് സയന്റിസ്റ്റ് പറഞ്ഞതെന്ന് ആനി പറയുന്നു. എന്തായാലും പിന്നീട് അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കെവിനും മിൻജിയും ഉണ്ട്. കെവിൻ ആനിയുടെ ചില പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനായി അവളെ ലാബിൽ കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ ആനി പോകാൻ മടിക്കുന്നു. മിൻജിയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് മിൻജിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ആനിയെ പറഞ്ഞുവിടാനായി മിൻജിക്കും മനസ്സില്ല. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് കെവിനും മിൻജിക്കും ഇടയിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുന്നു. പക്ഷെ ഒടുക്കം മിൻജി തന്നെ ജയിക്കുന്നു, ആനിയെ വീട്ടിൽ തന്നെ നിർത്തുന്നു. അങ്ങനെ ഒന്നിച്ചിരുന്ന് TV കാണുന്ന സമയം BTSന്റെ പ്രോഗ്രാമാണ് TVയിൽ ഓടുന്നത്. എന്റെ കൂട്ടുകാരികളെല്ലാം സ്കൂളിൽ ഈ ബോയ് ബാൻഡിനെ പറ്റിയാ സംസാരിക്കുന്നത്, എല്ലാം കീടു പയ്യന്മാരാണെന്നല്ല ആനി പറയുന്നത് കേൾക്കുന്ന മിൻജി BTSനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ ആനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ആനി കൂട്ടുകാരികളുടെ കൂടെ ഡാൻസ് കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെയും മിൻജി പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ആനി ചെല്ലുമ്പോൾ ഒരു പയ്യൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഡേറ്റിന് ക്ഷണിക്കുന്നു. ഈ കാര്യം ആ പയ്യന് ഇഷ്ടമുള്ള ആ ക്ലാസ്സിലെ റൗഡി പെണ്ണും അവളുടെ ഗ്യാങ്ങും കാണുന്നുണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞ് അവർ ആനിയോട് വഴക്കുണ്ടാക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ആനിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ജിയുനും തേഹിയും എത്തി ആനിയുടെ സൈഡ് പിടിച്ച് അവിടെ കുറച്ചുകൂടെ വലിയ വഴക്കാകുമ്പോൾ ആ റൗഡി പെണ്ണ് തേഹിയെ അടിക്കാനായി കൈ ഓങ്ങുന്നു. ഇത് ആനി തടയാണ്. ആനിയുടെ അയൺ ഹാൻഡ്സ് കൊണ്ടുള്ള ചെറിയൊരു സ്പർശനം പോലും അവളുടെ കയ്യിൽ വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. കൂടുതൽ എന്തെങ്കിലും അവിടെ സംഭവിക്കും മുന്നേ മിൻജി എത്തി
കാര്യത്തിൽ ഇടപെടുന്നു. തുടർന്ന് ജിയുനെയും തേഹിയെയും ആനിയെയും പണിഷ് ചെയ്യുന്നു. കൈ കിഴക്കുന്നത് വരെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കണമെന്നതായിരുന്നു പണിഷ്മെന്റ്. നമ്മുടെ ആനിക്ക് അവിടെ കൈ കിടക്കാനല്ലേ. എന്തായാലും പണിഷ്മെന്റ് കുറച്ചു നേരം ചെയ്ത ശേഷം ഇന്നിനി ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ ആനിയും കൂട്ടി ക്ലാസ് കട്ട് ചെയ്ത് വെളിയിൽ കറങ്ങാൻ പോകുന്നു. അവരങ്ങനെ ഒരു ഗെയിമിംഗ് സെന്ററിലേക്ക് ചെന്ന് ഗെയിംസ് ഒക്കെ കളിക്കുന്നു. ആനി കളിക്കുന്ന എല്ലാ ഗെയിമും ജയിച്ച് സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നു. അതിനുശേഷം ഒരു കരോക്കെ സെന്ററിൽ ചെന്ന് കരോക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നു. നമ്മുടെ BTS കളിക്കാറുള്ള സ്റ്റെപ്പാണ് ആനി കളിക്കുന്നത്. അവള് ടിവിയിൽ കണ്ടു പഠിച്ചതാണ്. അങ്ങനെ അന്നത്തെ ദിവസം കൂട്ടുകാരോട് അടിച്ചു പൊളിച്ചു കഴിയുമ്പോൾ അവൾക്ക് ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാവുന്നു. അവൾ ആദ്യമായി ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ വീണ്ടും യെൻവുവിന്റെ ദുസ്വപ്നം കാണുന്നു. ഇവൻ ഇത് തന്നെയാണ് പരിപാടി എന്ന് തോന്നുന്നു. എന്തായാലും ഇത്തവണ അവൻ കാണുന്നത് ആനി എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് പേടിച്ച് ഓടുന്നതായിട്ടാണ്. അവൻ ഈ സ്വപ്നം കണ്ട് ഞെട്ടി കണ്ണ് തുറക്കുന്നതും കാണുന്നത് ആനിയെ തന്നെ. പെട്ടെന്ന് അവളിങ്ങനെ നേരിട്ട് കണ്ടവൻ പേടിച്ചു പോകുന്നു. എന്താ കാര്യമെന്ന് തിരക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വാ എന്ന് അവള് വിളിക്കുന്നു. ഇവൻ എനിക്കിപ്പോ വേണ്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാൻ വരാഞ്ഞ ഇവനെ ചെവിക്ക് പിടിച്ച് മിഞ്ചി കൊണ്ടുപോയതുപോലെ ചെയ്യാനായി ആനി ശ്രമിക്കുന്നു. അവൾ മിഞ്ചിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന യെൻവുവിന് ചിരി വരുന്നു. അവൻ ആദ്യമായി ആനിയെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈവനിങ് തന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ യെൻവു ആനിയും കൂടെ കൂട്ടുന്നു. സ്യൂ ആനിയെ കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ടെങ്കിലും സ്യൂവും യെൻവുവും സംസാരിക്കുന്നതൊന്നും അടുത്തിരിക്കുന്ന ആനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു. കൂടാതെ അവൾ സ്യൂവിനോട് വളരെയധികം റൂഡായി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. അവളെ അഗ്ലി എന്നൊക്കെ സംബോധന ചെയ്യുന്നു. അന്ന് തിരിച്ചെത്തി കഴിഞ്ഞ് വീട്ടിൽ യെൻവുവും ആനിയും പരസ്പരം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ യെൻവു എന്തിനാ സ്യൂവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്, അത് മോശമല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആനി എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അവളെ തീരെ ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ച് നിങ്ങളും അവളും തമ്മിലുള്ള ആ ഒരു അടുപ്പം എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുന്നു. ഇത് പ്രണയത്തിന്റെ ട്രാക്കാണെന്ന് മനസ്സിലാക്കുന്ന യെൻവു നീ അടുത്തുള്ളപ്പോൾ എനിക്കും ഇപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം കെവിൻ മിഞ്ചിയെ ചെന്ന് കണ്ട് പറയാണ് ഇന്ന് ആനിയുടെ ബർത്ത്ഡേ ആണെന്ന്, അവളുടെ 1ാം ജന്മദിനം. ആനിയെ ഇവർ സൃഷ്ടിച്ചു കഴിഞ്ഞ് 1 വർഷമായി എന്ന് മനസ്സിലാക്കുന്ന മിഞ്ചി ആനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി ആനിയെ ക്ലാസ് കഴിഞ്ഞ ഉടനെ എങ്ങോട്ടെങ്കിലും നീ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം, ആ സമയത്ത് വീട്ടിൽ എനിക്ക് പാർട്ടിക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാമല്ലോ എന്ന് മിഞ്ചി യെൻവുവിനോട് പറയുന്നു. തുടർന്ന് ക്ലാസ് കഴിയുമ്പോൾ ആനിയെ ചെന്ന് യെൻവു പിക്ക് ചെയ്ത് അവളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി അവൾക്ക് ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. അതിനെല്ലാം ശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പറഞ്ഞ പോലെ മിഞ്ചിയും കെവിനും തേഹിയും ജിയുനുമെല്ലാം ആനിക്ക് വേണ്ടി സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുമ്പോൾ ആനി വളരെയധികം സന്തോഷവതിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ആനിയും കൂട്ടുകാരും സ്കൂളിൽ റിലേ പ്രാക്ടീസ് ചെയ്യുന്നു. റിലേയുടെ റൂൾസും കാര്യങ്ങളും ഒക്കെ ആനിക്ക് കൂട്ടുകാരികൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കൂട്ടുകാരികൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആനിയും ക്ഷീണം അഭിനയിച്ച് അവരുടെ കൂടെ ഇരിക്കുന്നു. അവൾക്ക് ക്ഷീണം വരില്ലെങ്കിലും മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനായിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ക്ലാസ്സിൽ തനിയെ ഇരിക്കുമ്പോൾ ഇനി കുട്ടികളാരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് കരുതി അവൾ ചാർജ് ചെയ്യുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് ആനിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തേഹി എത്തുന്നുണ്ടായിരുന്നു. തേഹി ആനിയെ ഇങ്ങനെ മൊബൈലൊക്കെ ചാർജ് ഇടുന്ന പോലെ ഇട്ടേക്കുന്നത് കണ്ട് പേടിച്ചു നിലവിളിക്കുമ്പോൾ ഭാഗ്യത്തിന് അങ്ങോട്ടേക്ക് മിഞ്ചി എത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആനിയാണ്. അവൾക്കും അവളുടെ കൂട്ടുകാരികളെ പോലെ ആകണം, അവരിൽ നിന്ന് ഇങ്ങനെ ഡിഫറെന്റ് ആകണ്ട എന്ന് പറഞ്ഞ് ആനി ആകെ സങ്കടപ്പെടുകയാണ് മിഞ്ചിയോട്. മിഞ്ചി ആനിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആനി സങ്കടത്തിൽ തന്നെയാണ്. അടുത്ത ദിവസം യെൻവു എത്തുമ്പോൾ ആനിയുടെ റൂം ലോക്ക് ചെയ്തിരിക്കുന്നു. അവൾ ഇപ്പോഴും സങ്കടപ്പെട്ട് അകത്തിരിക്കുകയാണ് എന്ന് കരുതി യെൻവു റൂമിന് വെളിയിലിരുന്ന് നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, നിന്റെ കൂട്ടുകാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യും. എനിക്കും ആദ്യം നിന്നെ കണ്ടപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നോ, പക്ഷെ ഇപ്പൊ നമ്മൾ നല്ല കമ്പനിയല്ലേ, അതുപോലെ എല്ലാം റെഡിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആനി വെളിയിൽ നിന്ന് വരുന്നു. ഇത് കാണുന്ന യെൻവു അപ്പോ അകത്തുള്ളത് ആരാ എന്നിങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോൾ അകത്താരും ഇല്ലല്ലോ, ഞാൻ എപ്പോഴേ വെളിയിൽ പോയി, എംടി ആയ റൂമിനോടാണ് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത് എന്ന് പറഞ്ഞ് യെൻവുവിനെ കളിയാക്കുമ്പോൾ യെൻവു ആകെ ചമ്മി പോകുന്നു. എന്തായാലും അന്ന് വളരെ കോൺഫിഡന്റ് ആയി തന്നെ ആനി സ്കൂളിലേക്ക് പോകുന്നു. തേഹിയെ കണ്ട് അവളുമായുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് പഴയ കൂട്ടാകണമെന്നാണ് ആനി കരുതുന്നത്. പക്ഷെ തേഹി ആനിയെ കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്യുന്നു. ക്ലാസ്സിൽ വെച്ച് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് സംസാരിക്കാനായി വരുമ്പോഴും എനിക്ക് നിന്നെ പോലൊരു റോബോട്ടിനോട് സംസാരിക്കേ വേണ്ട, നിന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയാവുന്നു എന്നെല്ലാം തേഹി പറയുമ്പോൾ അത് കേൾക്കുന്ന ആനിക്ക് വല്ലാത്ത സങ്കടമാകുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ആനി തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. ഈ ഒരു കാര്യത്തെപ്പറ്റി ജിയുനും തേഹിയും മിഞ്ചിയും യെൻവുവും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തേഹി മുന്നേ ആനി മിഞ്ചിയുടെയും യെൻവുവിന്റെയും അച്ഛനുണ്ടാക്കിയ റോബോട്ടാണെന്ന കാര്യം അറിയാതെയാണ് അവളോട് അങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്തത്. റോബോട്ടാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇവരുടെ അറിവോടെ ഇങ്ങനെ അതൊന്നും അറിയില്ലായിരുന്നു. അവൾ ഇപ്പോൾ അത് അറിയുന്നു. കൂടാതെ ഞാൻ ആനിയോട് ഹാർഷായി പെരുമാറിപ്പോയെന്നല്ല തേഹി പറയുമ്പോഴാണ് യെൻവുവിന് ആനിക്ക് എന്തോ അപകടം പറ്റുന്ന പോലത്തെ സ്വപ്നം കണ്ട കാര്യം ഓർമ്മ വരുന്നത്. എല്ലാവരും വളരെ വെപ്രാളത്തിലാകുന്നു. ഇതേ സമയം ആ ഒരു കറുത്ത
വസ്ത്രം ധരിച്ച് മുന്നേ ആനിയുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ച സ്ട്രേഞ്ചർ ആനിയെ കണ്ടെത്തുന്നു. അപ്പോഴേക്കും അവളുടെ ബാറ്ററി ലോ ആയി അവൾ താഴേക്ക് വീഴുന്നു. ഇത് അയാൾക്ക് അവളെ തട്ടിക്കൊണ്ടു പോകാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ അതിന് സാധിക്കും മുന്നേ അങ്ങോട്ടേക്ക് നമ്മുടെ ടീം എത്താണ്. തുടർന്ന് അയാൾക്ക് അവിടെ നിന്ന് ആനി ഇല്ലാതെ ഓടിപ്പോകേണ്ടി വരുന്നു. അങ്ങനെ ഇവർ തിരിച്ച് ആനിയെ കൊണ്ടുവരുന്നു. അടുത്ത ദിവസം ആനി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ തേഹിയോട് സംസാരിക്കാനായി വീണ്ടും ശ്രമിക്കുന്നു. പക്ഷെ തേഹി അപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അപ്സെറ്റ് ആയ ആനി ചെന്ന് അവളുടെ ലോക്കർ തുറക്കുമ്പോൾ അതിൽ തേഹി എഴുതി വെച്ച ഒരു സോറി എന്ന കുറിപ്പും കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എൻവു അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന സ്യൂവിന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നതാണ്. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, നല്ല ഫ്രണ്ട്സ് ആയി മാത്രം തുടരാമെന്നല്ല എൻവു പറയുമ്പോൾ സ്യൂവിന് കാര്യം മനസ്സിലാവുന്നില്ല, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ പിന്നീട് തിരക്കുമ്പോൾ ഇവന് ആനിയാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്ന സ്യൂവിന് എങ്ങനെ ഒരു റോബോട്ടിനെ എൻവുവിന് പ്രണയിക്കാൻ കഴിയുമെന്ന് അതിശയം വരുന്നു. പക്ഷെ അതിന് ഉത്തരം എൻവു കൊടുക്കുന്നില്ല. എൻവു പിന്നീട് നേരെ ആനിയെ ക്ലാസ് കഴിഞ്ഞ് പിക്ക് ചെയ്ത് അവളെയും കൂട്ടി പാർക്കിലേക്ക് പോകുന്നു. ആ പാർക്കിൽ വെച്ച് എൻവു അവന്റെ ഇഷ്ടം ആനിയോട് തുറന്നു പറയുന്നു. പിന്നീട് വീട്ടിലെത്തിക്കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ നിന്ന് എൻവുവിന് ഒരു ലാപ്ടോപ്പ് കിട്ടുന്നു. അത് തുറക്കുന്ന അവന് ഇത് അച്ഛന്റെ ലാപ്ടോപ്പ് ആണെന്ന് മനസ്സിലാവുന്നു. അതിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആനി കണ്ടാൽ മാത്രമല്ല മനുഷ്യനെ പോലെയുള്ളത്, മനുഷ്യന്റെ ഇമോഷൻസും അവൾക്ക് അടുത്തറിയാൻ സാധിക്കും, അവൾക്കും അതുപോലത്തെ ഇമോഷൻസ് ഉണ്ടാകും. ആ രീതിയിലാണ് അവളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതിനായി താൻ ഉപയോഗിച്ചിരിക്കുന്നത് മരിച്ച തന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ആണ്. ആനെ കൂടുതലും തന്റെ വൈഫിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം ആ വീഡിയോയിലൂടെ അച്ഛൻ പറയുന്നത് കേൾക്കുന്ന എൻവുവിന് ആദ്യം ആനയെ ഇഷ്ടമല്ലാതിരുന്ന തനിക്ക് പതിയെ പതിയെ അവളിൽ താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ അമ്മയുടെ റിസംബ്ലൻസ് ഉള്ളതുകൊണ്ടാണ് ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് മനസ്സിലാവുന്നു. അവന് പെട്ടെന്ന് ഒരു വല്ലായ്മ തോന്നി. ഒരിക്കലും നിന്നെ എനിക്കിനി കാണണ്ട, സ്നേഹിക്കാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവളോട് ഷൗട്ട് ചെയ്യുന്നു. അവൾ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അന്നും ആനിയെ പിടിക്കാനായി ആ കറുത്ത വസ്ത്രം ധരിച്ച അജ്ഞാതൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അയാൾ ആക്രമിക്കാൻ വരുമ്പോൾ ആനി തിരിച്ചടിക്കുന്നു. അപ്പോഴാണ് പിണങ്ങിപ്പോയ ആനി അന്വേഷിച്ചിറങ്ങിയ എൻവു അവിടേക്ക് എത്തുന്നത്. എൻവുവിനെ കണ്ട് ആനി തിരിയുന്ന ഗ്യാപ്പിൽ ആ അജ്ഞാതൻ ആനിയെ വെടിവെക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ആനിയെ റിപ്പയർ ചെയ്ത് റീബൂട്ട് ചെയ്ത് മുന്നേ നടന്ന അപകടത്തിൽ നിന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ചെന്നിന്റെ കണ്ടുപിടുത്തങ്ങളെ തട്ടിയെടുക്കാനായി ശ്രമിച്ച അദ്ദേഹത്തിന്റെ എതിരാളിയായ മറ്റൊരു സയന്റിസ്റ്റ് ആയിരുന്നു ആനിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്തായാലും അയാൾ തന്നെ ഡോക്ടർ ചെന്നിനെ ആക്രമിച്ചതും പിന്നീട് കണ്ടെത്തുന്നു. ഇതേസമയം ആനിയെ ശരിയാക്കാനായി റീബൂട്ട് ചെയ്തതിനെ തുടർന്ന് അവളുടെ മെമ്മറീസ് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് മിൻജിയും എൻവുവും കരുതിയിരുന്നത്. ഒരു കുടുംബമായി നിന്ന് തങ്ങളെ അവൾ മറന്നോ എന്ന കാര്യത്തിൽ മിൻജി ആകെപ്പാടെ സങ്കടത്തിലാകുന്നു. ഈ സമയം ആനിയുടെ മെമ്മറികളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്ന കെവിൻ ആനിയെ നോക്കി അവളുടെ AD നമ്പർ 1 എന്ന സയന്റിഫിക് പേരിൽ സംബോധന ചെയ്യുമ്പോൾ എന്റെ പേര് ആനി എന്നാണെന്ന് പറഞ്ഞ് ഹൃദ്യമായ ഒരു ചിരിയോടുകൂടി നിൽക്കുന്ന ഈ ഒരു AI ആൻഡ്രോയിഡ് റോബോട്ടിനെ കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരു റീബോട്ടിനൊന്നും കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കുന്ന, മനുഷ്യന്റെ മനസ്സുള്ള, മനുഷ്യന്റെ ഇമോഷൻസ് ഉള്ള ആനിയുടെ മനസ്സിലെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ സാധിക്കില്ല. നിങ്ങൾക്കും ആനിയെയും ഈ ഒരു കഥയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.